മുഖത്തിന്റെ സൗന്ദര്യം കൂട്ടാൻ കാപ്പിപ്പൊടി കൊണ്ട് നമുക്ക് സാധിക്കും. മുഖത്തിന്റെ സൗന്ദര്യവും മുഖത്തെ നല്ലപോലെ ഗ്ലോ ആക്കാനും നല്ലപോലെ ബ്രൈറ്റ് ആക്കാനായിട്ട് നല്ലപോലെ വൈറ്റ് ആക്കാനുമായിട്ട് എളുപ്പം സാധിക്കുന്നതായിരിക്കും. ഇന്ന് കാപ്പിപ്പൊടി കൊണ്ടുള്ള ഒരു കിടിലൻ ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ചർമ്മത്തെ നല്ലതുപോലെ തിളക്കം കൂട്ടാനായിട്ട് ഈ പറയുന്ന ഫേസ് പാക്കിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എല്ലാത്തരം ചർമ്മക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണ് ആ ഒരു സംഭവം തയ്യാറാക്കുന്നത്, അതിനെന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാൻ ഒരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കാപ്പിപ്പൊടി കൊണ്ട് നമ്മുടെ ചർമ്മത്തെ നല്ലതുപോലെ തിളക്കം കൂട്ടാൻ കഴിയുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണ് പറയാൻ പോകുന്നത്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ റെഗുലറായി ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ സ്കിന്നിൻ്റെ നിന്ന് നല്ലതുപോലെ തിളക്കം കൂട്ടാനും നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ സാധിക്കും. ഇപ്പം നിറമില്ലാത്തവരാണെങ്കിൽ ഒരു 3-4 ഷെയ്ഡ് വരെയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ റെഗുലറായി ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് മറ്റുള്ള പ്രശ്നങ്ങളോ സ്കിൻ ചുളിയോ ഒന്നുപോലും ചെയ്യല്ല. നല്ലതുപോലെ സ്കിൻ നല്ലതുപോലെ ബ്രൈറ്റ് ആക്കി നിർത്താനും ഗ്ലോ ആക്കി നിർത്താനായിട്ട് എളുപ്പം തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. 2 രൂപ വിലയുള്ള കോഫി പൗഡർ കൊണ്ട് നല്ല അടിപൊളി റിസൾട്ട് നൽകുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഈ കോഫി പൗഡർ പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഈ കോഫി പൗഡർ നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നാരങ്ങയുടെ നീരാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള നാരങ്ങ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് കോഫി പൗഡറൂടെ ചേരുവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റ് ആവാനും നല്ലതുപോലെ ഗ്ലോ ആവാനുമായിട്ടൊക്കെ എളുപ്പം തന്നെ സഹായിക്കുന്നതാണ് കോഫി പൗഡറും ലെമണും കൂടെ. കോഫി പൗഡർ മാത്രമാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അങ്ങനെ കോഫി പൗഡറും ലെമണും ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. ഇത് മാത്രമായിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിലും നല്ലൊരു റിസൾട്ട് നൽകാനായിട്ട് എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂൺ റൈസ് പൗഡറാണ്. റൈസ് പൗഡർ 1 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുമ്പോൾ ഇതേപോലെ കിടക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. 1 സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഫേസ് പാക്ക് നമ്മളിപ്പം റെഗുലറായി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലതുപോലെ ഗ്ലോ ആവാനായിട്ടൊക്കെ എളുപ്പം തന്നെ സഹായിക്കും. 1 സ്പൂൺ നമ്മുടെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നമുക്ക് ഒരു സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഹണിയാണ്. ഹണി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഹണി ചേർത്തു. അതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഈ ഒരു സംഭവം നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം. കണ്ടോ, നല്ല ക്രീമി പരുവത്തിലായിട്ട് മാറിയത് കണ്ടോ നമ്മുടെ ഫേസ് പാക്ക്. നല്ലപോലെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ എളുപ്പം തന്നെ സഹായിക്കും. നിങ്ങൾക്ക് ഫേസ് പാക്ക് അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അടിപൊളി റിസൾട്ട് നൽകുന്നതാ. നമുക്കിനി ഇത് ഫിലേക്ക് ഇടാം. ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് ഇടുന്നത്. നമുക്ക് ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഫേസ് പാക്ക് നല്ലതുപോലെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനായിട്ടൊക്കെ എളുപ്പം തന്നെ സാധിക്കുന്നതാണ്. ഫേസ് ഫുള്ളായിട്ടൊന്ന് ഇടട്ടെ. അങ്ങനെ ഫേസ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ണിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഇടണം കേട്ടോ. ഇത് ഒരു 20-25 മിനിറ്റിന് ശേഷമുള്ള റിസൾട്ട് തുടച്ചിട്ടുള്ള കാണിച്ചു തരാം. ഇനി ഇത് നമുക്കിപ്പം തുടച്ച് മാറ്റാം ഫേസിൽ നിന്ന്. നല്ലതുപോലെ ഫേസിലെല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ റിസൾട്ട് നൽകുന്നതാണ് ഈ ഒരു സംഭവം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ലപോലെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പിനെയൊക്കെ മാറ്റാനായിട്ട് എളുപ്പം തന്നെ സാധിക്കും. കൂടാതെ നമ്മളിത് മസാജ് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ഫേസിൽ നിന്ന് ഡെഡ് സ്കിന്നിനെയൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് എളുപ്പം തന്നെ സാധിക്കും. ഇത് റെഗുലറായി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനായിട്ടൊക്കെ എളുപ്പം തന്നെ സാധിക്കും. അതിനുശേഷം നമ്മളൊന്ന് തുടയ്ക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ആ
സ്കിന്നിൻ്റെ മാറ്റം കണ്ടല്ലോ, നല്ലപോലെ സോഫ്റ്റ് ആവുകയും നല്ലപോലെ ബ്രൈറ്റ് ആവുകയൊക്കെ ചെയ്തുകൊണ്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കണേ. ഓക്കെ, തയ്യാറാക്കിയത് അതിനെന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടല്ലോ. നല്ലതുപോലെ റിസൾട്ട് നൽകാനായിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇത് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾ എന്നോട് പറയാൻ കൂടി മറക്കരുതേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.